തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരൻ. ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചില്ലെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു. കാരണം ഞാൻ നികേഷിനെ വെല്ലുവിളിക്കുന്നു, ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു, ഇത് യൂണിറ്റിയും ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു നാടാണ്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതരാഷ്ട്രമായി മാറിയ രാജ്യമാണ് ഈ രാജ്യം. ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ സിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപിക അല്ല നിങ്ങൾ. അതുകൂടെ മനസ്സിലാക്കണം.